19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. മലനാടിന്റെ പച്ചപ്പ് നിറഞ്ഞ കിഴക്കൻ മലനിരകളിലേക്ക് ഒരു കൂട്ടം മനുഷ്യർ യാത്ര തിരിച്ചു. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് തേടിയുള്ള കഠിനമായ യാത്രയായിരുന്നു അത്. എരമം പ്രദേശത്ത് നിന്നും പുറപ്പെട്ട ആ കർഷകർ ചെന്നെത്തിയത് വിളക്കുവട്ടം എന്ന കുന്നിൻ മുകളിലായിരുന്നു. അതിജീവനത്തിന്റെ ആദ്യ നാളുകൾ. കാട്ടുപന്നികളെയും മലമ്പാമ്പുകളെയും ഭയക്കാതെ പ്രതികൂല കാലാവസ്ഥയോട് പൊരുതി അവർ കാട് വെട്ടിത്തെളിച്ചു. പുനം കൃഷിയിലൂടെ തുടങ്ങിയ അവർ പിന്നീട് തെങ്ങും കവുങ്ങും കുരുമുളകും അവിടെ നട്ടുപിടിപ്പിച്ചു. വിളവെടുത്ത സാധനങ്ങൾ തലച്ചുമടായി 14 കിലോമീറ്റർ അകലെയുള്ള പാടിയോട്ടുചാലിലെ ചന്തയിൽ എത്തിക്കണമായിരുന്നു. പുഴ കടക്കാൻ പാലമില്ലാത്ത അക്കാലത്ത് മുള്ളുകെട്ടിയുണ്ടാക്കിയ ചങ്ങാടമായിരുന്നു ഏക ആശ്രയം. ഈ കഠിന ജീവിതത്തിനിടയിലും അവർ വഴികാട്ടിയായി ആന്ധ്ര എഴുത്തച്ഛൻ എന്ന നായരുണ്ടായിരുന്നു. മലനാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് അക്ഷര വെളിച്ചം പകർന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. വിളക്കുവട്ടം പ്രദേശത്ത് അന്ന് വെള്ളോറ ചുഴലി ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു. കൊല്ലവർഷം 1117 അവിടെ ആദ്യമായി ഒരു താൽക്കാലിക ക്ഷേത്രം പണിയുന്നത്. ചന്തേര കിഴക്കേ വീട്ടിൽ കോരൻ ഉൾപ്പെടെയുള്ള 6 പ്രമുഖ കർഷകരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇതാണ് പിന്നീട് പ്രശസ്തമായ വിളക്കുവട്ടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമായി മാറിയത്. ഈ മണ്ണിലെ ഏറ്റവും പ്രധാനമായ ഐതിഹ്യങ്ങളിലൊന്ന് പൊട്ടൻ തെയ്യവും ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണ്. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് വഴിമാറാൻ ആവശ്യപ്പെട്ട ആചാര്യനോട് നിങ്ങളെ കൊത്തിയാലും ചോരയല്ലേ, ഞങ്ങളെ കൊത്തിയാലും ചോരയല്ലേ എന്ന് ചോദിച്ച് തത്വജ്ഞാനം പകർന്നു നൽകിയ പുലിയ വേഷധാരിയായ പരമശിവന്റെ കഥ ഈ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നു. ഇതിന്റെ സ്മരണയ്ക്കായി ഇന്നും പൊട്ടൻ തെയ്യം കനലിൽ വീണ് ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് വിളക്കുവട്ടം ക്ഷേത്രമുറ്റത്ത് നിന്ന് നോക്കിയാൽ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. പടിഞ്ഞാറ് അറബിക്കടലിന്റെ വിദൂര ദൃശ്യവും വടക്ക് കിഴക്കായി കർണാടക വനനിരകളും കഠിന വേനലിലും മഞ്ഞിനാൽ പൊതിയുന്ന കുടക് മലനിരകളും കണ്ണിന് കുളിർമയേകുന്നു. കൂടാതെ കരിഞ്ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും ഉൾപ്പെടെയുള്ള അനേക ദൈവങ്ങളുടെ സാന്നിധ്യവും ഈ മലമുകളിലുണ്ടെന്ന് വിശ്വാസികൾ കരുതുന്നു. ഈ കുടിയേറ്റ ചരിത്രം കേവലം കൃഷിയുടെ കഥയല്ല, മറിച്ച് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും ജാതിഭേദമന്യുള്ള ആത്മീയതയുടെയും അടയാളമാണ്. നമ്മുടെ വിളക്കുവട്ടം ശ്രീ ചക്കാല ദേവാലയത്തിലെ പുനഃപ്രതിഷ്ഠ ദിനമാണ് ഫെബ്രുവരി 3, 4 തീയതികളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇത് നടക്കുക. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചക്കാല ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എരമം മുച്ചിലോടായ പുല്ലൂർ മുച്ചിലോടിൻ്റെ കീഴിലാണ് നമ്മുടെ വിളക്കുവട്ടം ചക്കാല ദേവാലയം. അവിടെയുള്ള ആചാര്യ സ്ഥാനികരാണ് നമ്മൾക്ക് ഇവിടെ വന്ന് അടിയന്തര കർമാദികൾക്ക് നേതൃത്വം നൽകുന്നത്. ശരിക്കും ഇവിടുത്തെ അടിയന്തരം കുംഭം 13, 14, അതായത് ഈ വരുന്ന ഫെബ്രുവരി 25, 26 തീയതികളിലാണ് നടക്കേണ്ടത്. അതിനിടയിലാണ് പ്രതിഷ്ഠാകർമ്മം വരിക എല്ലാ വർഷവും. ഫെബ്രുവരി 4 പ്രതിഷ്ഠാകർമ്മം വരുന്ന ദിവസം. ഈ വർഷം പ്രത്യേകിച്ച് പുനഃപ്രതിഷ്ഠാ കർമ്മമായതുകൊണ്ട് 2 ദിവസത്തെ താന്ത്രിക വിധിപ്രകാരമാണ് കർമ്മങ്ങൾ നടക്കാൻ പോകുന്നത്. അത് ഇതിൻ്റെ ഐതിഹ്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പഴക്കമുള്ളതാണ്. ഒരു 100 വർഷമെങ്കിലും പഴക്കമുള്ള ചക്കാലയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് 2010 പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതാണ്. അതിൻ്റെ പുനഃപ്രതിഷ്ഠയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ വ്യാഴവട്ടക്കാലം കഴിയുമ്പോഴും പുനഃപ്രതിഷ്ഠ നടത്തണമെന്നാണ്. ചില സാങ്കേതികമായ കാരണങ്ങളാലും ഇവിടെ പ്രവൃത്തികൾ നടക്കുന്നതിനാലും അത് 2 വർഷം കൂടി വൈകി 14-ാമത്തെ വർഷമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പുനഃപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ഈ വരുന്ന 3, 4 ദിവസങ്ങളിൽ അന്നദാനത്തോടു കൂടിയ പുനഃപ്രതിഷ്ഠാകർമ്മമാണ് നടത്തേണ്ടതെന്നാണ് ആചാര്യവര്യൻ ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനെല്ലൂർ അവറുകൾ നമ്മൾക്ക് തന്ന നിർദ്ദേശം.
അതുപോലെ തന്നെ നമ്മൾ പാലിച്ചുകൊണ്ട് വളരെ ശുദ്ധിയോടെയും കൂട്ടായ്മയോടെയും നടത്താൻ ഉള്ള ഒരുക്കങ്ങളാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. ഇതിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ബാല്യക്കാരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഏകദേശം 134 അംഗങ്ങളാണ് അഥവാ ബാല്യക്കാരാണ് ഇവിടെ ഇതിന് ഒത്തുചേരേണ്ടത്. അതിൽ നാട്ടിലുള്ള എല്ലാവരും അവരുടെ ബന്ധുമിത്രാദികളും കൂടുന്നതോടൊപ്പം പൊതുജനങ്ങൾ ഇവിടെ വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മൾക്ക് തരുന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളെന്ന് പറയുമ്പോൾ നാനാജാതി മതസ്ഥരായ മുഴുവൻ ഭക്തജനങ്ങൾ. മുച്ചിലോട് എന്ന് പറയുമ്പോൾ വാണിയ സമുദായത്തിൻ്റെയാണ്. അപ്പോൾ ചക്കാലയും അവരുടെ കീഴിലുള്ളത് തന്നെയാണെങ്കിൽ പോലും ഇവിടെ ആരും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താറില്ല. എല്ലാ ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയോടെ നടത്തി വരുന്ന അടിയന്തരമാണ്. അടിയന്തരമായാലും പുനഃപ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിനമായാലും അതുപോലെയാണ് ഇവിടെ നടത്തിപ്പോരുന്നത്. അതിലേക്ക് എല്ലാ ആഘോഷ കമ്മിറ്റി അംഗങ്ങളും ബാല്യക്കാരും വനിതാ കൂട്ടായ്മയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. അതിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും പരിസരവാസികളെയും എല്ലാ ബഹുജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇപ്പം നാട്ടുകാരുടെ എന്ന് പറയുമ്പോൾ വനിതാ കൂട്ടായ്മ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇവിടുത്തെ എല്ലാ വനിതകളെയും ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും അവരുടെ സഹായം നല്ലപോലെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടുകൂടി ഇവിടെ നടത്തി പോരുന്നുണ്ട്. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്, കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.